ദൈവം ഒരു ദിവസവും നമുക്ക് ദാനമായി നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കർത്താവ് കുറച്ചുകൂടെ നേരത്തെ വന്നായിരുന്നു എന്ന് നാം ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളാണ്. Paul, can you see if the screen is shared? Off it? Yeah, okay. ഒരാഴ്ചക്കാലം കൂടെ ദൈവം നമ്മെ ഭദ്രമായി പരിപാലിച്ചു. കർത്താവിൻ്റെ ധാരാളമായ കൃപ കർത്താവ് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. As we are navigating through 1 Corinthians, this is a pretty heavy epistle, and we are navigating verse by verse, and I thank the Lord for the opportunity that the Lord has given us as a church. വചനം പഠിക്കുവാനും അത് ധ്യാനിക്കുവാനും വാക്യങ്ങളോളം അത് ധ്യാനിപ്പാൻ ദൈവം നമുക്ക് നൽകിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And so as we navigate through chapter 6, it's a little heavy. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഐ ടോൾഡ് ഇറ്റ് ടു അജോ ഓർ ബെനച്ച ഓർ ബെനാച്ച. ഞാൻ പറഞ്ഞു ഈ കൊരിന്ത്യർ ലേഖനം പ്രത്യേകിച്ച് ഈ ചാപ്റ്റർ 5, 6, 7, 8, 9, 10, 11 മുഴുവൻ വായിച്ചാൽ, ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് വായിച്ചാൽ, വെൻ യു സ്റ്റഡി ഇറ്റ് ലിറ്റിൽ ഡീപ്പർ, ഇറ്റ് ഫിസിക്കലി ഡ്രെയിൻസ് യു. അല്ലേ? ശാരീരികമായി അത് നമ്മൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ ഡ്രെയിനിങ് അല്ല. The weight of the truth of God, you just get so exhausted. Your physical body, your physical body is not able to absorb the depth of God's truth. And you're like, കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് മടുത്തു, ഇത് തന്നെ, this is too heavy for a human body to absorb what you have mentioned in the scripture. പക്ഷേ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെ നടന്ന് ഈ മർത്യമായ ശരീരങ്ങൾക്ക്, ബലഹീനമായ ശരീരങ്ങളോട് കൂടെ നടന്ന് ഈ സത്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നാം ദഹിച്ചു പോകാതെ പരിശുദ്ധാത്മാവ് കൃപയുടെ the gospel that protects us in this truth is something that gives us assurance. And so chapter 6 especially, when you go into the truths today, it is probably too weighty. ഞാൻ ഇന്നലെ ഗോളിച്ചാനെ വിളിച്ചു പറഞ്ഞു, ഗോളിച്ച ഞാൻ ചിലപ്പോൾ നീണ്ടു പോവും, പ്രതീക്ഷിച്ച ഒരു ക്ലാസ് കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇത് എഴുതിയിട്ടും തീരുന്നില്ല. അത് നോട്ട്സ് അല്ല, ഇങ്ങനെ ആ വാക്യങ്ങൾ തന്നെ നമ്മൾ ധ്യാനിച്ചിട്ടും how Paul is such a beautiful writer, and if you go the argument wise, when you go through him, it's brilliant. So let me one brother told me that കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗോളിച്ചാനും അത് ഓർത്തു. അപ്പോൾ ഞാൻ ആ ചോദ്യങ്ങളെല്ലാം വളരെ വേഗത്തിലൊന്ന് ചോദിക്കാം. ചിലതൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യാം, കാരണം അതൊക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ആൻസർ ചെയ്തതാണ്. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം ചില തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഐ ലീവ് ഇറ്റ് ടു യു, ബട്ട് ഐ വിൽ ആൻസർ ഇറ്റ് ഇൻ വൺ ക്യാപ്സൂൾ, ലൈക്ക് ഹൗ പോൾ ഹാസ് ആൻസർഡ് ഇറ്റ്. ഈസ് grievance bound to happen between members? Yes. Is it normal? Yes. Can we go to the normal recourse of law? If the church is not able to resolve issues between believers, can the church advise them to go to law? Is there a difference between criminal law and civil law? For example, somebody in the church came and murdered me. We understand that by virtue of that sin, he is not a believer. Are you with me? And sometimes that is a criminal activity. Criminal law is somewhere probably the land itself. It affects the overall society. So administrative wing above us on this world also has prerogatives. But civil matters, especially between brothers, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും ഈ ഡീഫ്രോഡിങ്ങിലും ഒക്കെ ക്രിമിനൽ നമ്മുടെ IPC പ്രകാരം പല, ഞാൻ ചുമ്മാ കയറി നോക്കിയപ്പോഴത്തേക്കും അതിനും ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ IPC സെക്ഷൻസും എഴുതി വെച്ചിട്ടുണ്ട്. Another question is, Paul is calling the issue between two brothers very trivial. അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, ഇത്ര ചെറിയ വിഷയത്തിനാണോ നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പൗലോസിന് ചെറിയ വിഷയമായതുകൊണ്ടാണോ? അല്ലേ? ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു സഹോദരനോട് പറയാം, സാർ ചെറിയൊരു വിഷയം, നിങ്ങൾ എന്തിനാ ഇത്ര ബഹളം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയും? നിങ്ങൾക്കത് ചെറുതായിരിക്കും, ഞങ്ങൾക്കത് വലുതാണല്ലേ? 1000 രൂപ ഉള്ളവൻ 10 രൂപ നഷ്ടപ്പെട്ടാലും 2 രൂപയുള്ളവൻ 1 രൂപ നഷ്ടപ്പെട്ടാലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. So why is Paul calling this issue very trivial? There is what was the issue? But we have no understanding. We have no clear distinction about what the issue was, what was the gravity of the issue, what was the money value. Paul does not talk about all that. Lawsuits against unbelievers, is it allowed? Can a Christian brother sue another brother from another church? Can two Christian ministries from different geographies sue each other?
Somebody takes, another question I had was, is Paul saying that the church is supreme to the law? നിയമത്തിന് മീതെയാണോ സഭ? അല്ലെങ്കിൽ സഭയുടെ സ്ഥാനം, സഭയുടെ ഇറ്റേണൽ നേച്ചർ കാരണം ഇസ് ചർച്ച് വെരി സുപ്രീം? കാരണം പൗലോസ് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, സഭയിലെ സഹോദരന്മാർക്ക് ഈ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ പരിജ്ഞാനമുള്ള ആരും ഇല്ലേ? അപ്പോൾ കോടതിയിലിരിക്കുന്ന ജഡ്ജിയാണോ പ്രാധാന്യം, ജഡ്ജിക്കാണോ കൂടുതൽ കപ്പാസിറ്റി, അതോ സഭയിലെ ഒരു സഹോദരനാണോ കൂടുതൽ? ഐ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഇതിനെല്ലാം വ്യക്തിപരമായ ഉത്തരങ്ങളുണ്ടെങ്കിലും പൗലോസ് പറഞ്ഞ ഉത്തരം പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സമയം തികയില്ല. പൗലോസ് പറഞ്ഞ 3 കാരണങ്ങൾ. ഓക്കെ, വാട്ട് ആർ ദ 3 reasons Paul says? ഫസ്റ്റ് റീസൺ, വിശ്വാസികളായ ഭക്തന്മാരായ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡു യു നോട്ട് നോ ദാറ്റ് സെയിൻസ് വിൽ ജഡ്ജ് ദ വേൾഡ്? നമ്മൾ ഭൂമിയെ ന്യായം വിധിക്കത്തില്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? റീസൺ നമ്പർ 1 ടു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. റീസൺ നമ്പർ 2, ദൂതന്മാരെ ന്യായം വിധിക്കുവാൻ നിങ്ങൾ പോകുന്നില്ലേ എന്ന് നിങ്ങൾ, ഡു യു നോട്ട് നോ? 3, brother is going to law against another brother before an unbeliever, and he categorizes them. അവിശ്വാസി, അനീതിയുള്ളവർ, സഭയിൽ ഒരു സ്ഥാനവും ഇല്ലാത്തവർ, അല്ലെങ്കിൽ സഭയിൽ വാല്യൂ കൊടുക്കാൻ ആവശ്യമില്ലാത്തവരുടെ മുമ്പാകെയാണോ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ കേസിന് പോകുന്നത്? ഓക്കെ, then Paul adds another clause. കേസിന് പോകുന്നതിനേക്കാളും അല്പം നഷ്ടം അനുഭവിച്ചൂടെ? അല്പം നഷ്ടം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? നഷ്ടം സഹിച്ചൂടെ? വൈ ഡോണ്ട് യു ബി ഡീഫ്രോഡഡ്? കഷ്ടം അനുഭവിച്ചൂടെ? ഗോളിച്ചാൻ എന്തോ പറയാനുണ്ട്, ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഗോളിച്ചാൻ വിടാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 5 and verses 38. Matthew chapter 5 verses 38. The Lord Jesus Christ puts up few principles about somebody who comes to argue with you or fight with you. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാമത്തെ വാക്യം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയാൻ വായിക്കാൻ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം. എന്തിനാ കോടതിയിൽ പോകുന്നത്? നഷ്ടപ്പെട്ടത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഓക്കെ, നെക്സ്റ്റ് വൺ, കെൻ യു റീഡ്? 39. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. അല്പം ബുദ്ധിമുട്ടല്ലേ? ദുഷ്ടനോട് എതിർക്കരുത്. ഇത് വിശ്വാസിയെ പറ്റി പറയുകയാണോ അവിശ്വാസിയെ പറ്റി പറയുകയാണോ? ഹൂ ഇസ് ദ ദുഷ്ടൻ ഹിയർ? അവിശ്വാസി ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ പറയും വിശ്വാസികളിൽ ചില ദുഷ്ടന്മാരുണ്ടെന്ന് നമ്മുടെ മനസ്സ് ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങും അല്ലേ? പക്ഷെ ദുഷ്ടനോട് എതിർക്കരുത്, അവൻ ഒരു ചെകിട് തടിച്ചാൽ മറ്റേ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കണം. അടുത്തത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. വസ്ത്രം എടുക്കാൻ വന്നവന് എന്തും കൂടെ കൊടുക്കണം? പുതപ്പും കൂടെ കൊടുക്കണം. അടുത്തത്, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോട് കൂടെ പോകുക. Yes, I'm just finishing. You know that passage. So I'm trying to tell you what is the principle that Jesus puts forward for the purpose of how you should view how people come to you by law, by virtue of arguments to take things from you. അത് പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. And we are going to the same chapter, chapter 6, verses 12 onwards. But before that, I would like you to see a small 5-second video. And കാണാൻ പറ്റുമോ? Okay. What do you see? Small fire. വലിയ ഫയർ ആണോ ചെറിയ ഫയർ ആണോ? Small fire. People are running towards the fire or running away from the fire? വലിയ ഓടാനുള്ള തീ ഉണ്ടോ? ഓടാനുള്ള തീ ഇല്ല, പക്ഷെ അവര് ഓടി.
5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇൻ ന്യൂയോർക്ക്, അല്ല ഫോൾസം ഫുഡ്സിൻ്റെ അടുത്ത്, ഫോൾസം ഏരിയ. വൈ ഡിഡ് ദേ റൺ? ബിക്കോസ് ആ തീക്ക് താഴെയാണ്, ഒരു 1000 മീറ്റർ താഴെയാണ് ഗ്യാസ് പൈപ്പ് ലൈനും ഗ്യാസ് സ്റ്റേഷൻസും ഉള്ളത്. ആൻഡ് സോ അവിടെ തീ പിടിച്ചാൽ എന്ത് സംഭവിക്കും? താഴോട്ട് പോയാൽ ആ ദേശം മുഴുവനും കത്തി അമരും. കീപ് ദിസ് പിക്ചർ in your mind. Can we read 1 Corinthians chapter 6 verses 12 to 20 very slowly, Jimpulcha? സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവ് ആകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ 6-ാം അധ്യായത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എല്ലാ അധ്യായങ്ങളിലൂടെയും, പ്രത്യേകിച്ച് കൊരിന്ത്യർ ലേഖനം വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യം, ആ ഭാഗം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. The weight of the truth that's mentioned in Corinthians is so heavy that it physically exhausts you. We'll have a word of prayer and we'll start. Pidave, we come to your presence. Lord, this is such a serious topic. This is heavy on our hearts. പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നൽകിയിരിക്കുന്ന ശക്തിയുടെ ആ വ്യാപ്തിയൊക്കെ ഞങ്ങളുടെ മനസ്സുകൾക്ക് മനസ്സിലാകുന്നതിനുമൊക്കെ അപ്പുറമാണ്. പരാജിതരായി പോയവരാണ് ഞങ്ങൾ. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമായി ജീവിപ്പാൻ അടിയനും കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൃപ നൽകണമേ പിതാവേ. ഞങ്ങളുടെ സഭയെ ഞങ്ങളെയും തള്ളിക്കളയലേ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. Paul begins a beautiful argument. What was the context before? എന്തായിരുന്നു ഇതിനു മുമ്പുള്ള പ്രശ്നം? ഇമ്മീഡിയറ്റ് പ്രശ്നം എന്തായിരുന്നു? സഭയിൽ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം. അതിനു മുൻപ് എന്തായിരുന്നു പ്രശ്നം? 5-ാം അധ്യായം ദുർനടപ്പ്. എന്ത് തരത്തിലുള്ള ദുർനടപ്പ്? ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ദുർനടപ്പ്, അല്ലേ? ഒരു സഹോദരൻ, സഭയിൽ ഒരു സഹോദരൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയായ ഒരുവളുമായി ദുർനടപ്പ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഇൻസെസ്റ്റ് ഇൻ ചർച്ച് ആണ് പൗലോസ് രേഖപ്പെടുത്തിയത്. Now he talks about brothers' problem in chapter 6 beginning, and then he immediately changes his gear in chapter 12. I don't say it is changing gears. He is talking about sexual immorality and sexual purity of life in chapter 5, 6 and 7. And in between, അതിൻ്റെ ഇടയിൽ അദ്ദേഹം സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നവും താൻ പറഞ്ഞ് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തിട്ട് 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പ്രവേശിക്കുകയാണ്. He starts with 3 statements, and I want you to, first thing, I want all the kids to do me an exercise. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എത്ര തവണ ശരീരം, ബോഡി എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്? ബോഡി, യൂത്ത്സ് ഓൾസോ, how many times? ബോഡി. How many times? 6? Not 6. More than 6. In verse 13, the body, read with me, the body is not meant for sexual immorality. 8 തവണ, കറക്റ്റ്. ഗോൾനിച്ചാൻ അക്കൗണ്ടൻസി ഒബ്സർവേഷൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും എന്നോട് ഏറ്റു പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഈ സാധനം തലയിൽ കയറൂല. ഇത് ഇച്ചിരി ഹെവിയാണ് സാധനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് യൂത്ത്സ്, please, when I ask questions, please respond. ഏറ്റു പറയുമ്പോൾ ഏറ്റു പറഞ്ഞു തന്നെ പോകണം. 8 times the word body is mentioned. All right? Now, if 8 times the body is mentioned, what is the context? It's our body.
Now let's read verse 12 and 13 again and again. All things are lawful for me. In English it's very clear. Inverted comma ilattirikkunne. But not all things are helpful. Now tell me, ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റാ? Whose statement? ഈ ഇൻവേർട്ടഡ് കോമയിലിട്ട് ആരുടെ സ്റ്റേറ്റ്മെന്റാ? വാക്യമാണോ പൗലോസിന്റെ ആണോ? ആര് പറയുന്ന? പൊതുവിൽ അവിടെ പറയപ്പെടുന്ന അല്ലേ, ഇത് വേറെ ആരുടെയൊക്കെയോ വാക്കുകളാണ്. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. രണ്ടാമത്തെ ഭാഗം, ബട്ട് നോട്ട് ഓൾ തിങ്സ് ആർ ഹെൽപ്ഫുൾ. അത് ആരുടെ സ്റ്റേറ്റ്മെന്റാ? ആർ യു വിത്ത് മീ? ഗ്രമാറ്റിക്കൽ സാധനം അല്ലേ. അടുത്തത്, ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ ബട്ട് ഐ വിൽ നോട്ട് ബി ഡോമിനേറ്റഡ് ബൈ എനിത്തിങ്. വേറെ ആരുടെയോ വാക്ക്, പൗലോസിന്റെ മറുപടി. Food is meant for the stomach and stomach for the food, and God will destroy both one and the other. All these three statements are separate commas, alle, which means those are statements told by somebody or believed by somebody in the Corinthian church. Are you with me? Are you with me? Yes. All things are lawful for me, but not all things are helpful. എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ അതിൻ്റെ വാക്ക് പോകുന്നത് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. എനിക്കത് മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ ഐ എം നോട്ട് സോ ഫോണ്ട് ഓഫ് ദ ട്രാൻസ്ലേഷൻ, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഐ എം ട്രൈങ് ടു ഫോക്കസ്. എല്ലാ കാര്യങ്ങളും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ആൻഡ് ഫുഡ് ഇസ് മെന്റ് ഫോർ ദ ഭോജ്യം, അല്ലേ? മലയാളത്തിൽ എങ്ങനെയായിരുന്നു? ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനെത്രേ, കർത്താവ് ശരീരത്തിന്. എൻ്റെ ഇമ്മീഡിയറ്റ് ചോദ്യം, ശരീരത്തിൻ്റെ കാര്യം പറയുമ്പോൾ, സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഈ ആഹാരത്തിൻ്റെ കേസ് എന്തിനാ പറഞ്ഞേ? സെയിം ക്വസ്റ്റ്യൻ, റൈറ്റ്? He's talking about so many things and he's talking about sexual immorality. അതിൻ്റെ ഇടയ്ക്ക് ഈ ആഹാരം പറയുന്ന ഈ മെറ്റഫോറിക് സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യം എന്താണ്? So let's go one by thing. What is the first statement? All things are lawful for me. ആണോ? എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ന്യായമായി ചെയ്യാവുന്ന കാര്യങ്ങളാണോ? Is it the statement of unbelievers or is it the statement of believers? ചോദ്യം മനസ്സിലായോ? അവിശ്വാസികളുടെ സ്റ്റേറ്റ്മെന്റ് ആണോ വിശ്വാസികളുടെ സ്റ്റേറ്റ്മെന്റ് ആണോ? വിശ്വാസികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. വൈ? എന്തുകൊണ്ടാണ് വിശ്വാസികൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ കാലഘട്ടം? We know what is the Corinthian church background. Corinthian church background we have very clearly studied. Corinthian Sabha അല്ലെങ്കിൽ Corinthian Pattanam is a city where trade was massive. People used to come and travel. Sexual idolatry was a part of it. Artemis Devi was part of was a symbol of the city that promoted sexual immorality. People could live any way they wanted. Tourists from all over who used to travel and sail between the city of Corinth were all used to travel and settle down in Corinth and travel to the next destination. And therefore, the Corinthian church believers are believers who are രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഈ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളാണ്. ആ പട്ടണത്തിൽ കച്ചവടം ചെയ്ത, ബിസിനസ് ചെയ്ത, സെക്ഷുവലി ഇമ്മോറലായിട്ട് ജീവിച്ച, പലതരത്തിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ട, അല്ലെ ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ട, ട്രേഡ് പറഞ്ഞ ഒരു സിറ്റിയിൽ ഉണ്ടായിരുന്ന കൊരിന്ത് സിറ്റിയിലെ വിശ്വാസികളാണ് സഭയിലേക്ക് ആഡായി ചെയ്തത്. And therefore, those believers, when they came to the church, let me give you a quick context. When they came to the church, they quickly started stating, all things are lawful for me because ക്രിസ്ത്യൻ ലിബർട്ടി, ആത്മീയമായ സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് എങ്ങനെയും ജീവിക്കാം. ആൻഡ് യു നോ വൈ ദേ യൂസ് ടു ബിലീവ് ദാറ്റ്? ഗ്രീക്ക് ഫിലോസഫി വാസ് വെരി ക്രൂഷ്യൽ ഇൻ ദിസ് അണ്ടർസ്റ്റാൻഡിങ്. യവന ഫിലോസഫിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? മനുഷ്യന് ദേഹി, ദേഹം, ആത്മാവ്. ആത്മാവ് രക്ഷപ്പെട്ടു, ദേഹി ജീവനുള്ള നമ്മുടെ ഇന്നർ സ്പിരിറ്റ്, അല്ലേ, അതും നിത്യതയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് യവനക്കാർ, ഗ്രീക്സ്, ബിലീവ്ഡ് ആൻഡ് ടോട്ട് വെരി ആക്റ്റീവ്ലി that the most important part of between your soul and body, your soul is the most important thing. നിങ്ങളുടെ ദേഹിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അതുകൊണ്ട് ശരീരത്തിന് എന്ത് സംഭവിച്ചാലും, ശരീരത്തിന് എന്ത് ചെയ്താലും nobody
കേസ്, യു വിൽ നോട്ട് ബി ജഡ്ജ്ഡ്. രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങൾക്ക് മോക്ഷം കിട്ടേണ്ടത് നിങ്ങളുടെ ആത്മാവിനാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ്. എന്ന് വെച്ചാൽ നിന്റെ ഇന്നർ സോൾ, അല്ലെ, നിന്റെ ജീവൻ നൽകുന്ന ദേഹിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം. അതുകൊണ്ട് എന്ത് കഴിക്കാം, എന്തും കഴിക്കാം. എങ്ങനെ ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം. ആരെ വിവാഹം കഴിക്കാം, ആരെയും വിവാഹം കഴിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? They lived in that kind of culture in the Greek philosophy because they divided distinctively between the soul and the ബോഡി. രണ്ടും രണ്ട് ഘടകമാണ്. ഞാൻ എന്തിനാ ഇത്രയും സമയമെടുത്ത് പറയുന്നതിൻ്റെ കാരണം, ഇത് മനസ്സിലാക്കാതെ പൗലോസിൻ്റെ ആർഗ്യുമെന്റ് മനസ്സിലാകില്ല. പൗലോസ് പറയുകയാണ്, ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ ലിബർട്ടി ഓൾസോ കെയിം ഫ്രം ദ ഫാക്ട് ദാറ്റ് ദേ ബിലീവ്ഡ് in the Greek philosophy, or that which was taught in their minds, that ആത്മാവും എൻ്റെ ദേഹിയും എൻ്റെ ശരീരവും തമ്മിൽ വേർതിരിക്കുവാനായിട്ട് കഴിയും. എൻ്റെ ശരീരത്തിന് യാതൊരു വിലയും ഞാൻ കൊടുക്കണ്ട. ഈ ഭൂമിയിൽ എനിക്ക് എങ്ങനെയും ജീവിക്കാം. അതുകൊണ്ട് സെക്ഷുവൽ ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം, എന്തും കഴിക്കാം, എങ്ങനെയും കഴിക്കാം, ആരുമായിട്ട് കച്ചവടം ചെയ്യാം. ഇതേ സാധനം, ഇതേ തത്വം അവർ പഠിച്ച സാധനം അവർ ക്രിസ്ത്യാനികളായി, വിശ്വാസികളായി വന്നപ്പോൾ they also said the same thing. എൻ്റെ അകത്തെ ആത്മാവ് നിത്യതയ്ക്കായി ദൈവം ഒരുക്കി. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ സഭയുടെ അംഗമായി. അതുകൊണ്ട് എൻ്റെ ശരീരം എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പവുമില്ല. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ടാണ് പൗലോസ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഫുഡ് ഈസ് മെന്റ് ഫോർ ദ സ്റ്റൊമക് ആൻഡ് ദ സ്റ്റൊമക് ഫോർ ഫുഡ്. എന്താ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ എനിക്ക് വിശപ്പ് വരുമ്പോൾ എനിക്ക് എന്ത് വേണം? ആഹാരം വേണം. ആഹാരം കിട്ടിയാൽ കഴിക്കാൻ വയറുണ്ടെങ്കിൽ, അല്ലേ, സ്റ്റൊമക്ക് ഉണ്ടെങ്കിൽ ആഹാരം കിട്ടിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ആഹാരവും സ്റ്റൊമക്കും വേർതിരിക്കുവാൻ കഴിയാത്തൊരു ഘടകമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ എങ്ങനെയും കഴിക്കാം, എന്തും കഴിക്കാം. എൻ്റെ ശരീരത്തിൻ്റെ അപ്പിറ്റൈറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ ശരീരത്തിൻ്റെ അപ്പിറ്റൈറ്റ് എന്താണോ അത് എനിക്ക് കൊടുക്കാൻ എങ്ങനെയും കൊടുക്കാം. മനസ്സിലായോ? എൻ്റെ ശരീരത്തിൻ്റെ വാട്ട് എവർ ഇസ് മൈ അപ്പിറ്റൈറ്റ് ഫോർ മൈ ബോഡി, I can provide it. And so the Greeks also believed body for sex and sex for body. Are you with me? You know why Paul is using that metaphoric language? It is more simple for everyone to understand. Are you with me? എൻ്റെ ശരീരത്തിന് വിശപ്പ് എന്ന് പറയുന്ന ഒരു അപ്പിറ്റൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ആഹാരവും കഴിക്കാം. എൻ്റെ ശരീരത്തിന് സെക്ഷുവൽ ലസ്റ്റ് എന്ന് പറയുന്നൊരു എൻ്റെ ആ ശരീരത്തിൻ്റെ ആവശ്യമാണ്, ആണല്ലോ. സെക്ഷുവൽ തിങ് ഇസ് സെക്ഷുവൽ ആപ്പിറ്റൈറ്റ്, സെക്ഷുവൽ ഡിസയർ is a gift that has been given to us by God, and therefore they divided between the soul and the body, and so they said, ശരീരത്തിന് വിശക്കുമ്പം ആഹാരം കഴിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിനും എൻ്റെ ഹൃദയത്തിനും എൻ്റെ ശരീരത്തിന് ആവശ്യമായ എന്തും എനിക്ക് ചെയ്യാം. Are you with me? ആൻഡ് സോ ഈ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് 3 സ്റ്റേറ്റ്മെന്റ്സ് അന്നത്തെ കൾച്ചറിൽ കൊണ്ടു നടന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. എനിക്ക് വിശ്വാസി എന്ന നിലയിൽ എനിക്ക് എന്തും ചെയ്യാം. പൗലോസ് കൗണ്ടർ ആർഗ്യുമെന്റ് പറയുകയാണ്, നോട്ട് ഓൾ തിങ്സ് ആർ ഹെൽപ്ഫുൾ, നോട്ട് ഓൾ തിങ്സ് ആർ പ്രോഫിറ്റബിൾ. മൂല്യമുള്ളത് കാണില്ല. 2, all things are lawful for me, but I will not be dominated by anything. ഒന്നിനും എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. 3, ആഹാരം കഴിക്കുന്നത് പോലെ വയറിൻ്റെ ആഗ്രഹം ആഹാരമാണെങ്കിൽ ആഹാരത്തിന് വേണ്ടി വയറും വയറിന് വേണ്ടി ആഹാരവും ജീവിക്കുന്ന പോലെയാണ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാണുന്നെങ്കിൽ ദൈവം രണ്ടിനെയും നശിപ്പിക്കുക. അതായത് ബോത്ത് ദ ഫുഡ് ആൻഡ് ദ സ്റ്റൊമക്, ദാറ്റ് മീൻസ് ബോത്ത് ഇസ് ഗോയിങ് ഇൻ ടു ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് 13-ാം വാക്യം തന്നെ രണ്ടാമത്തെ ഭാഗം he is underlining what he is coming to talk about. The body is not meant for sexual immorality, but for the Lord, and the Lord for the body. Heavy ആണല്ലേ സാധനം. What is Paul? Okay, now tell me, ഈ 3 കാര്യങ്ങളിൽ 2000 വർഷം മുമ്പ് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ കൗണ്ടർ കൾച്ചറൽ സാധനമാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിൽ 3 ഏതൊക്കെയാണ് നമ്മുടെ കൾച്ചർ ഇന്ന് പഠിപ്പിക്കുന്നത്? ഔട്ട്സൈഡ് ദ ചർച്ച്, യൂത്ത്സ്, ഓൾ തിങ്സ് ആർ, അല്ലേ, എന്തും ചെയ്യാം. ഓൾ തിങ്സ് ആർ ലോഫുൾ, ഐ ക്യാൻ ബി മാസ്റ്റേർഡ് ബൈ എനിത്തിങ്. എൻ്റെ ശരീരത്തിന് എന്താണോ ആഗ്രഹം അതിന് കീഴ്പ്പെടാൻ എനിക്ക്
പറ്റും. കാരണം എൻ്റെ ശരീരത്തിൻ്റെ പ്ലഷറാണ് ഞാൻ ജീവിക്കുന്നതിൻ്റെ കാരണം. കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 20-25 വർഷമായി ഈ തത്വങ്ങൾ പഠിപ്പിച്ചു പോകുന്നെങ്കിലും കഴിഞ്ഞ 5-6 വർഷമായി, ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് പീപ്പിൾ കമ്മിങ് ഓൺ പോഡ്കാസ്റ്റ് ആൻഡ് ടോക്കിംഗ് നോൺസെൻസ്, യു ലിസൺ ടു മോസ്റ്റ് ഓഫ് ദി ഹീറോസ് ഓഫ് അവർ ടൈം. അത് മൂവി സ്റ്റാർസ് ആയിക്കൊള്ളട്ടെ, കച്ചവടക്കാരായിക്കൊള്ളട്ടെ, ഓൺട്രപ്രണേഴ്സ് ആയിക്കൊള്ളട്ടെ. റീസെൻ്റ്ലി there's a big brand in India, I don't want to take her name. She's a big entrepreneur. And 40-45 വയസ്സിൽ ഷീസ് മേഡ്സ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ എന്തോ കാര്യം കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ബിസിനസ് പോഡ്കാസ്റ്റ് കേട്ട് പോയപ്പോൾ ഇവൻച്വലി ദ ക്വസ്റ്റ്യൻ ടു ദാറ്റ് ലേഡി വാസ്, ഫാമിലി ജീവിതം എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു? ആൻഡ് സോ വാട്ട് ഷീ ഇമ്മീഡിയറ്റ്ലി റിപ്ലൈഡ് വാസ്, എൻ്റെ ഫാമിലി, എനിക്ക് എന്തിനൊരു ഫാമിലിയുടെ ആവശ്യം? എൻ്റെ ബോഡിയുടെ ആവശ്യങ്ങൾ എനിക്ക് കാലാകാലങ്ങളായി നിറവേറ്റപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നാളെ പോയി ഞാൻ അഡോപ്റ്റ് ചെയ്യാം. അല്ല, ഇനി എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ 50-ാമത്തെ വയസ്സിൽ 55-ാമത്തെ വയസ്സിൽ എനിക്കൊരു കൂട്ട് വേണം തോന്നിയാൽ കല്യാണം കഴിക്കാം. ഇനി അവൻ ശരിയായില്ല, 2 വർഷം കൊണ്ട് മാറ്റാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്ലോലി it is becoming very loud in our culture, the exact same thing what is happening in the Corinthian city or which happened 2000 years ago. എൻ്റെ ശരീരത്തിന് എന്താണോ ആവശ്യം അത് കൊടുക്കാൻ എനിക്ക് കഴിയണം, അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു കൾച്ചറിലാണ്, കൗണ്ടർ കൾച്ചറലായിട്ട് പൗലോസ് ഈ പ്രസ്താവനകൾ പറയുന്നത്. All things are not helpful. I will not be dominated by anything. 3, God will destroy both one and another. And the next statement changes how we view our body. What is the statement? What is the statement? ഉറക്കെ പറഞ്ഞേ. ശരീരം അതൊക്കെ ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉറക്കെ പറഞ്ഞേ. The Lord for the body and the body for the Lord. Who owns your body? To whom does your body belong? Paul is saying that your body and your body's purpose belongs to God. ആരെങ്കിലും സമ്മതിക്കുമോ? I was just going through the arguments. What is the argument in abortion? What is the argument in abortion? My body, my choice. കാണാതറിയാം നമുക്ക് എന്തോ കൾച്ചറിൽ നടക്കുന്നത്. My body, my choice. Paul is saying the Lord for the body and the body for the, ഇത് യഹോവയ്ക്കുള്ള ശരീരമാണ്, യഹോവയുടെ purposes. That which defines your body's purpose comes from the Lord. Are you with me? Okay. Now why does he say that the Lord is for the body and the body is for the Lord? Now you go ahead, you will see how beautifully Paul is arguing that your body belongs to the Lord. Reason number 1, ഒന്നാമത്തെ കാരണം, ഞാൻ ഈ റീസൺ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതിൻ്റെ ആ ഗ്രാവിറ്റി, ഇത് എത്ര ഹെവി ആയിട്ടാണ് പൗലോസ് ചെയ്തിരിക്കുന്നത്. 14-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിക്കാമോ ജുമുജ? എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. മതി. ദൈവം ആരെ ഉയർപ്പിച്ചു? കർത്താവിനെ ഉയർപ്പിച്ചു. അത് നമ്മുടെ ശരീരമായിട്ട് എന്താ ബന്ധം? What is Paul saying? Paul is saying, brothers and sisters, യേശു ക്രിസ്തു എന്ന ത്രിയേക ദൈവത്തിൽ രണ്ടാമനായ ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനോട് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ശരീരമെടുത്ത് മരണപ്പെട്ട് ആ ശരീരത്തോടെ ദൈവം അവനെ ഉയർപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും ഉയർപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയാണ്. Are you with me? അതുകൊണ്ട് ഈ ശരീരം മൺമറഞ്ഞു പോവുകയാണ്, ഈ ശരീരം നശിക്കുവാൻ പോവുകയാണെന്ന് പറയുമ്പോഴും പൗലോസ് പറയുന്നത് എന്താ? Your body will be raised up by the Lord. Your body has an eternal value. Your body belongs to the Lord because he will raise you up with his body. എൻ്റെ ആത്മാവിനെ ഒറ്റയ്ക്കല്ല സ്വർഗത്തിലോട്ട് വിടുന്നത്, എൻ്റെ ആത്മാവിനെ എനിക്ക് നൽകപ്പെട്ട ശരീരത്തോടു കൂടെയാണ്. Are you with me? ന്യൂനതകളില്ലാത്ത ശരീരമാണെങ്കിൽ പോലും എൻ്റെ ബോഡി is something that the Lord has given me, and this body is going to be raised up by Jesus Christ. അതുകൊണ്ട് നിന്റെ ശരീരത്തിന് ഒരു ഇറ്റേണൽ വാല്യൂ ഉണ്ട്. ദൈവം നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തെയും വേർതിരിച്ചിട്ടില്ല. Are you with me?
God is going to take you and raise you with your body. ക്രിസ്തുവിനെ എങ്ങനെ ഉയർപ്പിച്ചോ നിന്നെയും അങ്ങനെ ഉയർപ്പിക്കുവാൻ പോകുന്നത് കൊണ്ട് your body cannot be separated from your soul, and therefore reason number 1, your body belongs to God. Are we raising up our body? Do we have the power to raise up our body? It is the power that flows from the triune God into my body. And therefore, reason number 1, do you not know that your bodies, and God raised the Lord and also raises up by his power. അവന്റെ ശക്തിയാലാണ് അവൻ നമ്മെ ഉയർപ്പിക്കുന്നത്. അതുകൊണ്ട് your body belongs to the Lord, അല്ലെങ്കിൽ the Lord for the body and the body for the Lord. Moving forward, reason number 2, എന്തുകൊണ്ട് യഹോവയുടെ പർപ്പസസിന് വേണ്ടി മാത്രം ബോഡി ഉപയോഗിക്കാൻ പാടുള്ളൂ? Do you not know that your bodies are members of Christ? Paul is saying, ഉയർപ്പിച്ചു എന്നുള്ളത്, ഉയർപ്പിക്കുവാൻ പോകുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്, വരുവാനിരിക്കുന്ന സത്യമാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അംഗമല്ലയോ? Aren't you part of the body of Christ? ഞാൻ വിചാരിച്ചു, കർത്താവ്, ഈ ശരീരം മണ്ണിലോട്ട് പോകുന്ന ശരീരമല്ലേ? No, your body is part of me. And so how we interact with our body is equal to how I interact with the Lord. Are you getting the point? Are you trying to see what Paul is trying to nail? നീ നിന്റെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കുന്നോ is equivalent to how you treat the lordship of your Savior. കർത്താവിൻ്റെ കർത്തൃത്വത്തോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. And so Paul is taking the next question. Shall I then take the members of Christ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ എടുത്തിട്ട് കഠിനമായ ഭാഷയിലേക്ക് പൗലോസ് പോകുക. എന്താ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? വേശ്യയുടെ അവയവമായി മാറ്റണോ? Shall I then take the members of Christ and make them members of a prostitute? The word used is a very strong word, magneto. No, never. May it never happen. ഒരിക്കലും സംഭവിക്കാനേ പാടില്ല. നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഒരു വേശ്യയുടെ കൂടെ കൂട്ടുവാൻ കഴിയുമോ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ. സെക്ഷുവൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സെക്ഷുവൽ ഇമ്മോറലായ സിന്നിന് മാത്രമാണോ ഇത് ബാധകം? അതോ എല്ലാ സെക്ഷുവൽ ഇമ്മോറൽ സിന്നിനും പ്രോസ്റ്റിറ്റ്യൂഷൻ ആണോ പൗലോസ് ഇവിടെ വിളിച്ചത്? Are you with me? He's going, it's just, I don't know what Paul is trying to do. The way he's arguing, the way he's putting his statements, he's making it very thought-provoking. And he's saying, most of the commentators believe that Corinthian സഭയിൽ അവിടുത്തെ സഹോദരന്മാർ അല്ലെങ്കിൽ അവിടുത്തെ കൊരിന്ത് പട്ടണത്തിലെ വിശ്വാസികൾ അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്ന പുരുഷന്മാർ, ഇറ്റ് വാസ് എ നോർമൽ ആക്ടിവിറ്റി ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. അവരുടെ ദേവിയുടെ അമ്പലത്തിൽ പോയി അവരവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുക എന്ന് പറഞ്ഞത്, സെക്ഷൽ ഇമ്മോറൽ ആക്ടിവിറ്റി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ചെയ്യുക എന്നുള്ളത് ഇറ്റ് വാസ് നോർമൽ ഫോർ ദം. അവരൊരു ഡെയിലി ആക്ടിവിറ്റി. നമ്മൾ വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കുന്ന പോലെ അവർക്ക് വൈകുന്നേരം അതൊരു നോർമൽ ആക്ടിവിറ്റി ആയിരുന്നു. സോ ദേ യൂസ് ടു സേ, ഞാനിത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ദേ യൂസ് ടു സേ മിസ്ട്രസസ് ഫോർ കംഫർട്ട്, വൈഫ്സ് ഫോർ ചിൽഡ്രൻ ആൻഡ് കോൺകുബൈൻസ് ഫോർ പ്ലഷർ. സോ ദാറ്റ് വാസ് ദ കൾച്ചർ ദർ. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ കമന്റേറ്റേഴ്സ് സേ ദാറ്റ് ദ ക്രിസ്ത്യൻ ചർച്ച് മെമ്പേഴ്സ്, വിശ്വാസികളായിട്ടും പലരും ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിൽ ഇടപെട്ടത് കൊണ്ടാണ് പൗലോസ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ബട്ട് ദ വേ പോൾ ആർഗ്യൂസ്, ഹി ഈസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ സെക്ഷുവൽ ഇമ്മോറൽ സിൻ within the line of marriage, which is adultery, before marriage, which is fornication, sexual immoral thoughts, എല്ലാത്തിനെയും കൂടെ എൻകംപാസ് ചെയ്തിട്ടാണ് പൗലോസ് പറയുന്നത്, you use your body for a sexually immoral sin, it is like using Christ's body for prostitution. അല്ലേ? എന്ത് കഠിനമായ വാക്കുകളാണ്. തീർന്നില്ല. അടുത്ത കാര്യം 16-ാമത്തെ വാക്യം. Or do you not know? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ഡു യു നോട്ട് നോ എന്ന് പറയുന്ന ഫ്രേസ് ഓൾമോസ്റ്റ് 8 തവണയുണ്ട് ഈ അധ്യായത്തിൽ. And this is the 5th time that he's using it. Do you not know that he who is joined to a prostitute becomes one body with her? Now he's specifically talking about the sin of prostitution.
or let us call it specifically talking about sexual activity with the opposite gender outside the holy bounds of marriage. Are you with me? Can we consider that like this? And look at what he's saying. Jambal, can you read verse 16 also? വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. Yeah. What is Paul saying? Paul is now dragging the concept of marriage also into sexual sin. The two will become one flesh. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന പ്രസ്താവന എവിടെ വെച്ചാൽ ഇത് കല്യാണത്തിനാണ് അല്ലേ? ഈ പ്രസ്താവന ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ വരുന്ന എവിടെയാ? ഡു യു റിമെമ്പർ ദ ചാപ്റ്റർ? ബെനായിച്ചൻ പറയണ്ട. ജെനസിസ് ചാപ്റ്റർ 2. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ the two shall become one flesh. Now look at the picture of the Garden of Eden. ഏദൻ തോട്ടത്തിൽ ദൈവവുമായി സംസർഗം പുലർത്തുന്ന പാപമില്ലാത്ത രണ്ട് ശരീരങ്ങളുള്ള പാപമില്ലാത്ത ശരീരം ഉള്ള ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് അവരെ ഏകീഭവിപ്പിക്കുമ്പോൾ, അവരെ വിവാഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവായ ദൈവം പറഞ്ഞ പ്രസ്താവനയാണ് ഇരുവരും ഒരു ദേഹമായി മാറും. എൻ്റെ ചോദ്യം 16-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നീ ഒരു വേശ്യയുടെ കൂടെ കൂടുമ്പോൾ അവളോടൊപ്പം, മലയാളത്തിൽ എങ്ങനെയായിരുന്നു, വൺ ബോഡി അല്ലേ, ഏക ശരീരമായി മാറുന്നില്ലേ? അപ്പൊ എൻ്റെ ചോദ്യം, if I do a sexual activity, is Paul talking about sexual activity as the sexual activity here? പൗലോസ് ചോദിക്കുന്നത് അതൊരു സെക്ഷുവൽ യൂണിറ്റി മാത്രം, ഞാനൊരു അന്യ സ്ത്രീയുമായിട്ട് ദുർനടപ്പിൽ ഏർപ്പെട്ടാൽ അത് സെക്ഷുവൽ ആക്ടിവിറ്റി കൊണ്ടാണോ ഞാൻ ആ സ്ത്രീയുമായി ഏകീഭവിക്കുന്നത്? മനസ്സിലായ ചോദ്യം? ഏദൻ തോട്ടത്തിൽ ഇരുവരും ഒരു ദേഹമായി പറയുന്നു അല്ലേ? കർത്താവ് പറയുന്നു, രണ്ട് പുരുഷനും ഭാര്യയും വിവാഹം കഴിക്കുമ്പോൾ they become one flesh, ഒരു ദേഹമായി മാറുന്നു. ചോദ്യം, സെക്ഷുവൽ ആക്ടിവിറ്റി കൊണ്ട് മാത്രമാണ് അവരൊരു ദേഹമായി മാറുന്നത്? Is it talking about sexual unity in the Garden of Eden? So what is he talking about in 16? Do you not know that he who is joined to a prostitute, വേശ്യയുമായിട്ട് ദുർനടപ്പിൽ ഏർപ്പെടുന്ന ഒരു പുരുഷന് അല്ലേ, അതൊരു വേശ്യ ആക്ടിവിറ്റി ആണല്ലോ, ഇറ്റ് ഈസ് എ സെക്ഷുവൽ ആക്ടിവിറ്റി. അങ്ങനെ സെക്ഷുവൽ ആക്ടിവിറ്റി ചെയ്തു വരുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും വേറെ ബന്ധങ്ങളുണ്ടോ? ഉണ്ടോ? അതിലും കൂടി ബന്ധം എന്താന്ന് ബാധിച്ചാൻ ചോദിക്കുന്നത്, അതിലേക്ക് വരാൻ ബാധിച്ച. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ സാരം മനസ്സിലായോ? ഹൗ ഡു പീപ്പിൾ വ്യൂ പ്രോസ്റ്റിറ്റ്യൂഷണൽ സെക്സ്? വൺ ടൈം ആക്ടിവിറ്റി, നോ ഇമോഷണൽ ബാഗേജ്, നോ commitment. Are you with me? No commitment. Paul is taking that activity and he's saying you are becoming one with her. അതെങ്ങനെ അല്ലേ? ആരോട്? നമ്മളൊരു പുരുഷൻ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു പുരുഷനോട് എന്ന് പറയാണ്, എടാ നീ ഇന്ന് പോയി കിടന്ന് ആ സ്ത്രീയോട് നീ ഇന്ന് അവളുമായിട്ട് ഒരു ദേഹമായി പോയെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കുമോ? അല്ലേ? ഇനി ജീവിതകാലം മുഴുവൻ അവളെ വിവാഹം കഴിച്ച് അവൾ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കുമോ? Are you getting my point? പൗലോസ് പറയുന്ന പോയിന്റ് ഇതാണ്, ഏദൻ തോട്ടത്തിൽ വെച്ച് വിവാഹിതരാകുന്ന ആദാമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത പ്രസ്താവന the two shall become one flesh എന്ന് പറയുന്ന ആ അർത്ഥം, അതേ അർത്ഥമാണ് നീ സെക്ഷുവൽ ആക്ടിവിറ്റി ഔട്ട്സൈഡ് മാരേജിൽ വേറെ ഏത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ കൂടെ ജോയിൻ ചെയ്താലും. That means when you have a sexual activity with the opposite gender outside the bounds of marriage, whether you are inside marriage also, sexual activity unifies not just bodily, but it unifies both of your souls as one flesh. And so Paul is asking literally, if you go for a sexual activity with a prostitute, don't you know that you are getting married to her? Are you getting the intensity? Marriage, sexual activity, all that you do with your spouse, you connect with the other person at a much deeper level. And so when you do sexual activity outside the bounds of marriage, it is equivalent to marrying that woman or that man. And look at what he's saying in verse 17. But he who is joined to the Lord becomes one spirit with him. Paul is just nailed.
ഇതിന്റെ ഗ്രാവിറ്റി ഒന്ന് പറഞ്ഞു തരാൻ ഞാൻ തന്നെ കുറച്ച് ദിവസം എടുത്ത് ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ. Paul is saying that the two will become one flesh. And so sexual activity with an opposite sex is in a way connecting your soul, connecting your being, connecting your whole, നിന്റെ ആകത്തുക ആ ഓപ്പോസിറ്റ് പാർട്ടിയുമായിട്ട് നീ ജോയിൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നു. അതുകൊണ്ട് അതൊരു വൺ ടൈം ആക്ടിവിറ്റി ആണെന്ന് നീ കരുതി ഇറങ്ങി വരുന്നെങ്കിൽ യു ആർ നോട്ട് ഓൺലി വയലേറ്റിംഗ് അഗേൻസ്റ്റ് യുവർ ബോഡി, യു ആർ നോട്ട് ഓൺലി വയലേറ്റിംഗ് അഗേൻസ്റ്റ് ഹെർ ബോഡി, യു ആർ വയലേറ്റിംഗ് ദ വെരി പ്രിൻസിപ്പിൾ ആൻഡ് ദ ഹോളിനെസ് ഓഫ് മാരേജ് ഇറ്റ്സെൽഫ്. Activity without commitment, activity without unity of your real heart, but sexual activity ആയിട്ട് മാത്രം കണ്ടിട്ട് ഇറങ്ങി വരാനാണ് പ്ലാനെങ്കിൽ ദൈവം അതിനെ അങ്ങനെ കാണുന്നില്ല. Paulus, don't look at how he's asking. Do you not know? Do you not know? Okay. Moving on. What does Paul say in the next line? 18ാമത്തെ വാക്യം. Flee from sexual immorality. Sexual immorality നിന്ന് മലയാളത്തിൽ വിട്ട് ഓടുക. നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഓർമ്മയുണ്ടോ? അല്ലേ? കൊരിന്ത്യ ലേഖനത്തിൽ ആദ്യത്തെ പാപത്തിനാണ് ഈ ഫ്ലീ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാപം എന്താണെന്ന് ബെനൈച്ചൻ എക്സ്പ്ലെയിൻ ചെയ്യും. 10ാമത്തെ അധ്യായത്തിലുണ്ട് ഫ്ലീ, ഒരു ഫ്ലീയും കൂടെ ഉണ്ട്. And here is the first time in Corinthian letter it's written flee sexual immorality. Now tell me, what are the different kinds of sexual immoral activity that any person should flee from? Adultery? Agreed? Okay. Fornication. Before marriage and after marriage, okay? Just you have somebody and you're married or divorced or whatever the case. So you understand the concept, yeah? Is masturbation a sin? But you're not getting involved with anybody. Your mind starts justifying that, hey, you're not getting involved with anybody. 47% increase of masturbation in the last 15 years amongst men and women. 47%. So it is very easy for a Christian man to say, hey, I'm not getting involved with a lady, it's only in my mind. But masturbation is also considered sexual immorality. Because Paul explains why a sin of your mind. Because you look at verse 18. Every other, Paulos പരിശുദ്ധാത്മാവ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ ആർഗ്യുമെന്റിനെയും പൊളിക്കുന്നത്. Every other sin a person commits is outside the body, but the sexually immoral person sins against his own body. അല്ലേ? അപ്പം സെക്ഷൽ ഇമ്മോറൽ ആണോ ഏറ്റവും വേഴ്സ് സിൻ എന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുകയാണ്, സെക്ഷുവൽ സിൻ affects you in a way no other sin affects you. വേറൊരു പാപവും എന്നെ ഇങ്ങനെ സ്വാധീനിച്ച് തകർക്കില്ല. It affects your psyche, it affects your mind, it affects your being, it affects your physical sense, it affects everything. ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിച്ചപ്പോൾ അവളുടെ മാനസിക അവസ്ഥ അല്ലേ? It was her 5th person. The lady that was brought to Jesus to be stoned, she came in a guilt and shame. Sexual immoral activity destroys a person. I want you to closely work with me through the man who probably did more sexual sins in the history of the Bible, but writes wisdom of words in Proverbs chapter 3 onwards. Jimbulcha, can you follow with me? സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 27 മുതൽ 29. വേറൊരാൾ 7:27 എന്ന് എടുക്കാമോ? 7:27, 5:3-5. സദൃശ്യവാക്യം 6:27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. Why sexual immoral sin is so heavy in our lives? ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തൻ തന്റെ വസ്ത്രം കരിയാതെ മാർവിടത്തിൽ തീ
കൊണ്ടുവരാമോ? നേരത്തെ ഞാൻ കാണിച്ച തീ ഓർമ്മയുണ്ടല്ലോ. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഒരു മനുഷ്യൻ തന്റെ വസ്ത്രത്തിൽ, സെക്ഷുവൽ സിൻ ഈസ് ലൈക്ക് എ ഫയർ ദാറ്റ് വിൽ ബേൺ യു അപ്പ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരുത്തിന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? കാല് പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് യുവർ ഫിസിക്കൽ സ്ട്രെങ്ത്. അടുത്തത്, കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ, അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതെ ഇരിക്കുകയില്ല. യു ടച്ച് സംബഡി എൽസസ് വൈഫ്, അഡൾട്ടറി, അങ്ങനെ തൊടുന്നവന് ശിക്ഷ വരാതെ ഇരിക്കുകയില്ല. അടുത്ത വാക്യം. കള്ളൻ വിശന്നിട്ട് വിശപ്പ് അടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം. അല്ല, അടുത്ത. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവന് ബുദ്ധിഹീനൻ, അത് ചെയ്യുന്നവൻ തന്റെ പ്രാണനെ നശിപ്പിക്കുന്നു. Are you with me? Sexual sin destroys your soul. What did the Greeks believe and what does this culture teach us? പ്രാണൻ അല്ലേ, പ്രാണനും ദേഹവും രണ്ടാണ്. എൻ്റെ ദേഹത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ കൊടുത്താൽ പോലും എൻ്റെ പ്രാണനെ എഫക്റ്റ് ചെയ്യുന്നില്ല. Are you getting the argument of Paul? സദൃശ്യവാക്യങ്ങളിൽ അതിനും 1000 വർഷങ്ങൾക്ക് മുൻപ് ശലോമോൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ എഴുതി വെച്ചത് കണ്ടോ? സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവൻ ബുദ്ധിഹീനൻ, അത് ചെയ്യുന്നവൻ തൻ്റെ പ്രാണനെ ഇറ്റ് ഡിസ്ട്രോയ്സ് ഹിസ് സോൾ. 7:27. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. Going to a woman who opens her house outside the lines of marriage, അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴി. Sexual immoral activity of any kind leads us to the depths of hell. മരണത്തിന്റെ അറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. It does not mean that a believer who is saved and does sexual immoral goes to hell. I'm not trying to bring that attention here. What Solomon is trying to say is sexual sin and your heart, your body, you will be dead. ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. And we have all experienced this in our younger days. Next one, 5 verses 3 to 5. അന്യ സ്ത്രീയുടെ അധരങ്ങൾ തേൻ പൊഴിക്കുന്നു, അവളുടെ വാ എണ്ണയേക്കാൾ മൃദുലം, എന്നാൽ അവളുടെ അന്ത്യം കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തുള്ള വാള് പോലെ മൂർച്ചയും ഉള്ളത്. സെക്ഷുവൽ സിന്നിന് വേണ്ടി ഞാൻ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയെ if I approach that person and I get involved in that sexual activity, ഇരുവായ്ത്തലയുള്ള പ്ലഷറിന് വേണ്ടി പോകുന്ന ഞാൻ മുറിയപ്പെട്ടിട്ടേ തിരിച്ചു വരാൻ കഴിയുള്ളൂ. Are you getting the depth of what we are trying to say? So Paul is saying this will destroy you in a manner you can't even fathom. And the next, ഈ കാഞ്ഞിരം, പഴയ ആൾക്കാർക്ക് അറിയാം കാഞ്ഞിരം. എനിക്ക് കാഞ്ഞിരം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. 5-6 വർഷം മുമ്പാണ് ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പൂച്ചയുടെ ശല്യം. അപ്പോൾ ഈ പൂച്ചയുടെ ശല്യം കാരണം അവർക്ക് ഈ പൂച്ച എങ്ങനെ വേണം, അപ്പോൾ ഇതെന്നും വന്ന് രാത്രി കിച്ചണിൽ വന്ന് തട്ടുകയാണ്. അപ്പോൾ അവിടെ നിന്നപ്പം ഞാൻ പറഞ്ഞു നാളെ ഇച്ചിരി കാഞ്ഞിരം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ഈ കാഞ്ഞിരം നിന്നാൽ, അപ്പോൾ ഈ മീൻ്റെ കൂടെ കുറച്ച് ഇവർ കാഞ്ഞിരവും വെച്ചു. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് 2 എണ്ണം തട്ടിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഒരു തൂമ്പ എൻ്റെ അടുത്ത് ഒന്ന് എടുത്തങ്ങോട്ട് ഇടാൻ പറഞ്ഞു. ഇത് വീഡിയോ റെക്കോർഡിങ്ങിൽ പോകണ്ട. അപ്പം ഞാൻ ഈ തൂമ്പ എടുത്ത് ഈ പൂച്ച എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക്, സാധാരണ പൂച്ചയ്ക്ക് ഹൗ ഇസ് ദ ക്യാറ്റ് വെരി സോഫ്റ്റ് നോ. പക്ഷേ ഈ കാഞ്ഞിരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ കാഞ്ഞിരത്തിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്പി പോലെ, എന്ന് വെച്ചാൽ അങ്ങ് ഹാർഡായി പോകും. ഭയങ്കര സ്റ്റോൺ പോലെ ആ ശരീരമായി. ഇൻ ലെസ് ദെൻ 1 hour സ്റ്റോൺ പോലെ ആ ശരീരമായി. അപ്പോൾ സാധാരണ പൂച്ചയുടെ വെയിറ്റിനേക്കാൾ ആ പൂച്ചയ്ക്ക് ഭയങ്കര വെയിറ്റ്, ആ മൃഗത്തിന് ഭയങ്കര വെയിറ്റ്. കാഞ്ഞിരം കഴിച്ച് അത് വിഷമായിരുന്നു, കാഞ്ഞിരത്തിൻ്റെ ഇല വിഷം വെച്ചാൽ തട്ടിപ്പോയി. അതെടുത്തപ്പം ഇറ്റ് ലുക്ക് ലൈക്ക് എ സ്റ്റോൺ. ആൻഡ് ദെൻ വെൻ ഐ റിമെമ്പേർഡ് ദിസ് വേഴ്സ്, ഐ റിമെമ്പേർഡ് ദി എക്സ്പീരിയൻസ്. കാഞ്ഞിരം പോലെ കയ്പുള്ളതാണ് കാഞ്ഞിരം അല്ലേ, അവളുടെ അന്ത്യം. എന്നാൽ അവളുടെ അന്ത്യം കാഞ്ഞിരം പോലെ കയ്പുള്ള ഒരു എൻഡ്, a bitter end. ഇരുവായ്ത്തലയുള്ള വാല് പോലെ മൂർച്ചയുള്ളത്. അവളുടെ കാല് മരണത്തിലേക്ക് ഇറങ്ങുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ചെല്ലുന്നു. നിന്റെ വഴി അവളോട് അകറ്റുക, അവളുടെ വീട്ടുവാതിൽ നിന്ന് അടുത്ത് ചെല്ലരുത്. ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറൽ. 5-ാം അധ്യായം 3-5 വാക്യമാണ്. അവളുടെ വീടിൻ്റെ അടുത്ത് ചെല്ലരുത്.
വീടിൻ്റെ വാതിക്കൽ പോയി സെക്ഷൽ ഇമ്മോറാലിറ്റി നിന്ന് ഓടാനല്ല പറഞ്ഞത്. യു റൺ അവേ ഫ്രം അവർ ഹൗസ്. 6 verses. കുറെ വാക്യങ്ങൾ വായിക്കാണ്. 6-ാം അധ്യായം 24-25. അവ ദുഷ്ട സ്ത്രീയെയും അന്യ സ്ത്രീയുടെയും മൃദുലാവന്യെയും വിട്ട് നിന്നെ കാക്കും. നിന്റെ ഹൃദയത്തിൽ അവളുടെ സൗന്ദര്യത്തെ മോഹിക്കരുത്. അവളുടെ കണ്ണിന്റെ പീലികളാൽ അവൾ നിന്നെ പിടിക്കുകയും അരുത്. നിന്റെ ഹൃദയത്തിൽ നീ മോഹിക്കരുത്, അവളുടെ വശീകരണത്തിലും നീ വീഴരുത്. സഹോദരിമാർ വിചാരിക്കും എപ്പോഴും ഈ അവൾ അല്ല, അത് നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങളുടെ ഹൃദയത്തിലും മോഹിക്കരുത്, ഒരു പുരുഷന്റെയും സ്വാധീന വലയത്തിൽ വീണു പോകരുത്. Look how important Paul is marking these statements. And he's saying, ഒറ്റ വാചകത്തിൽ പൗലോസ് പറയുകയാണ്, run from sexual immorality, flee from sexual immorality. എനിക്കൊന്ന് അടുത്ത ആഴ്ച നമുക്ക് ബാക്കി എടുക്കാം, because time is of the essence. I have few things also to mention, but we'll close now. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ? 5 മിനിറ്റ് എടുക്കാം. Okay, the next verse. Okay, I just want to show you a picture. I don't know if somebody remembers. പിള്ളേർക്ക് കാണിക്കാൻ. How many of you remember this series? ഏതാണിത്? ഞാനിതിൻ്റെ ഫ്രണ്ട് തല മാത്രം കാണിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പ്രായമുള്ളവർ വിചാരിക്കും ഇത് ഏതായി സാധനം എന്നുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ ജനറേഷനുള്ള സാധനമാണ്. എത്ര വർഷം മുമ്പ് ഇറങ്ങിയ സീരീസാണെന്ന് അറിയാം? ഒരു ഓൾമോസ്റ്റ് 20-25 ഇയേഴ്സിന് മുമ്പ് ഇറങ്ങിയ ഒരു സീരീസാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഈ സീരീസ് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കോമഡിയും അതിൻ്റെ ഈ അന്ന് ബ്ലാക്ക് ബ്രേക്ക് ഉള്ള കാലമാണ്. അപ്പം അന്നാണ് ഈ മീംസൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഈ കോളേജ് കഴിഞ്ഞപ്പം ജോലി കഴിഞ്ഞപ്പോൾ ഞാനൊരു 6 മാസം വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി സ്റ്റാർട്ടഡ് വാച്ചിങ് ദിസ്. അപ്പം ഭയങ്കര തമാശ, ഭയങ്കര രസം അല്ലേ? ഇറ്റ് ഇസ് വെരി ഫണി. അപ്പം 5-6 സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് യു സ്റ്റാർട്ടഡ് റിയലൈസിങ് വാട്ട് ദ സീരീസ് ഈസ് ഡൂയിങ് ടു യു. ദിസ് സീരീസ് സ്റ്റാർട്ടഡ് ഇൻ 1990s അല്ലേ? 90s, 97, 98 ഇപ്പം ടീനേജിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും ഇതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയും അല്ലേ? എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സ് കാണാപ്പാടം അറിയാം അല്ലേ? പിള്ളേർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയണ്ട, കുഴപ്പമില്ല, വീട്ടുകാരങ്ങനെ നിങ്ങൾ അറിയത്തില്ല എന്ന് വിചാരിച്ചാൽ മതി. ബട്ട് വി ഓൾ നോ ദിസ് ക്യാരക്ടർ. ബട്ട് വാട്ട് വാസ് ദ തീം ഓഫ് ദി എൻറ്റയർ സീരീസ് അല്ലേ? സെക്ഷുവൽ ലൈഫ് ബിഫോർ മാരേജ്, ഇൻസെസ്റ്റ് അഗേൻസ്റ്റ് യുവർ പേരൻസ്, അഗേൻസ്റ്റ് യുവർ മദേഴ്സ്, അല്ലെങ്കിൽ അല്ലേ incest against your friends, sibling, kids having children before marriage അല്ലേ? divorce was so commonized. എത്ര വർഷം മുമ്പാ? 25-28 വർഷങ്ങൾക്ക് മുൻപ് കോമണൈസ് ചെയ്ത അല്ലേ? രായ്ച്ചാനൊക്കെ ഓർമ്മ കാണും. രായ്ച്ചാനൊക്കെ ചെറുപ്പത്തിൽ ഇറങ്ങിയ സീരീസാണ് അല്ലേ? 10-30 വർഷം ഇറങ്ങിയ ഈ സീരീസിന് അന്ന് അവരിറക്കിയ ഇമ്പാക്ട്, ഇതിനകത്ത് സെൻഷ്വൽ സീൻസ് വളരെ കുറവാണ് അല്ലേ? ഇന്നത്തെ മൂവീസിലോ ഇന്നത്തെ സീരീസിലോ ഒക്കെ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ റീലിൽ കാണുന്ന പോലെ ഒന്നും സെൻഷ്വാലിറ്റി ഒന്നും ഫ്രണ്ട്സിലില്ല. സോറി, ബട്ട് ഹാവ് യു നോട്ടിസ്ഡ് ദാറ്റ് 10 episodes in 10 years, how it has made our culture where it stands today? You can have sex with whoever you want. You can glorify about it. Sexual jokes were part of our school culture of our younger days. Sexual innuendos crept into even church friendships. Do you understand how Satan has slowly brought what the Greeks believed into our churches and our minds too? Your body, whatever it needs, feed it. You want food? Give it food. You want sex? Give it food. You want a drink? Go ahead. It's your body appetite. And here comes Paul, and he talks about in verse 19. Can you read that loudly, Jimbucha? Verse 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ This is the last, do you not know? നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്ന് പറയുന്ന പദത്തിന്റെ ലാസ്റ്റ് ആണ്. Do you not know that your body, read with me, do you not know that your body, youngsters, read with me, do you not know that your body is a temple of the Holy Spirit
within you, whom you have from പഴയ നിയമകാലത്ത് കൂടാരം വെച്ചപ്പോൾ, when the tabernacle was built, we had the courts, അല്ലേ? And then we had the holy place, and then we have the holy place. How many times can the priest enter once in a year? In a year. Once in a year. This is the sanctum sanctorum where God comes with his glory. And when you enter into that, there is a tingling noise on the priest's body. What is the tingling noise? The chain. Why is that? If he drops dead, മരിച്ചു കഴിഞ്ഞാൽ ശവത്തോടൊരു ബഹുമാനം വേണ്ടേ? കൈ കൊണ്ട് എടുക്കണോ, ഈ ചങ്ങലയ്ക്ക് വലിക്കണോ? ചങ്ങലയ്ക്ക് വലിച്ചാൽ മതി. കാരണം എവിടെ നിന്നാണ് വലിക്കുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത്. You know what Paul is saying? Paul is saying, brothers, your bodies is the sanctum sanctorum of God's residence. പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്ത് നിലവിളിച്ച് നിർത്താതെ ആരാധിക്കുന്ന മഹാസദസ്സിൽ വാഴുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിൽ റെസിഡൻസ് എടുത്ത്, the most holy one, the sanctum sanctorum is in your body. Do you not know that doing sexual activity is taking him for a drive in prostitution? Do you not know that your bodies are going to be raised up for Christ by God himself and through his power? Do you not know that your bodies are going to be glorified? Do you not know that your bodies are raw materials for the glory that is to come? And therefore, how you treat your bodies is how you must treat God. Come to the next verse. He breaks all cultural norms. My children, my little young boys and girls, you are not your own. നിന്റെ ശരീരം നിന്റെ അവകാശ ഉടമസ്ഥതയിൽ അല്ല. ഇനി ലോകം എന്തു പറഞ്ഞാക്കട്ടെ, ഇനി സാത്താൻ എന്ത് ടെംപ്റ്റേഷനും കൊണ്ട് വന്നോക്കട്ടെ, യുവർ ബോഡി ഈസ് നോട്ട് യുവർ ഓൺ, ഫോർ യു വർ ബ്രോട്ട് വിത്ത് എ പ്രൈസ്. ക്രിസ്തു എന്ന ദൈവപുത്രന്റെ രക്തത്താൽ നിങ്ങളുടെ ശരീരങ്ങളെ അവൻ വിലക്കി വാങ്ങി. സോ ഗ്ലോറിഫൈ ഗോഡ് ഇൻ യുവർ body. Your body is the sanctum sanctorum of God, the triune God. And so how you treat your body, how you dress, if you dress to be sensual, it's also considered taking members of your body and doing prostitution unto Jesus Christ. You want to wear the red lipstick or you want to wear the skin color? I am not going to comment on it. Do you want to dress sensually? Do you want to dress gracefully? Do you want to chat with the opposite sex in the late night of your hours, or do you don't want to do it? Make sure you glorify God in your body. Do you want to run away from social media and the sensual reels that automatically pop up in our feed? Flee from sexual immorality. Do you have company that is talking about sexual jokes and sexual innuendos, and bad company is corrupting your morals and taking you away from God and the holiness of marriage? Flee from them. Run away from them. It's better to have an empty chair than to have immoral people in your company. If your mind is idle, find something to do. Spurgeon pandu പറഞ്ഞിട്ടുണ്ട്, the lazy person tempts devil to tempt himself. Alle? I don't have to come and explain how you run away from sexual immorality. But one thing I want to tell young boys and girls, your body belongs to God. Your body is the place where the Holy Spirit of God has come and resided. I wish somebody blasted this through my ears when I was young. When I hit my puberty and when I went through 15 and 16, I wish somebody came to my room every night and blasted it on my head. I wish we knew this farther, much ahead, that my body does not belong to me, it belongs to God. And so whatever I do, however I spend, however I dress, whatever I think, God is going to take an account of what I'm going to do. The holy, the most holy one, the sanctum sanctorum resides in my heart. And so unto this God, we are accountable
And unto this God we belong, and therefore we glorify him. I will continue, and thank you so much for listening and responding. ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. We'll finish it off next week and move on to chapter 7. May the name of the Lord be glorified.